الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء بنيناها بأيد وإنا لموسعون والأرض فرشناها فنعم الماهدون ومن كل شيء خلقنا زوجين لعلكم تذكرون ففروا إلى الله إني لكم منه نذير مبين ولا تجعلوا مع الله إلها آخر إني لكم منه نذير مبين كذلك ما أتى الذين من قبلهم من رسول إلا قالوا ساحر أو مجنون أتواصوا به بل هم قوم طاغون فتول عنهم فما أنت بملوم وذكر فإن الذكرى تنفع المؤمنين وما خلقت الجن والإنس إلا ليعبدون. صدق الله العظيم. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്ന കാര്യങ്ങളെ അത് യാഥാർത്ഥ്യങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള തെളിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അത് മനുഷ്യ ശരീരത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നുമൊക്കെയുള്ള ധാരാളം തെളിവുകൾ. ഈ തെളിവുകളെ നമ്മൾ അറബി ഭാഷയിൽ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയാം. ജീവിതവും പ്രപഞ്ചവും മുഴുവനും തെളിവുകളാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്നതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് മനുഷ്യ മനസ്സിന് ബോധ്യപ്പെടുകയും എന്നിട്ട് സംതൃപ്തിയോടെ അത് സ്വീകരിക്കുകയും അതിന് കീഴടങ്ങുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഓരോരുത്തരും മുസ്ലിമാവുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർബന്ധിതാവസ്ഥ വിശ്വാസത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അനുസരണത്തിൻ്റെ കാര്യത്തിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അല്ലാഹു തആല വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ ദീനിൽ യാതൊരു നിർബന്ധവുമില്ല. ഖദ് തബയ്യന റശ്ദു മിനൽ ഗയ്, അതായത് നന്മയും തിന്മയൊക്കെ കൃത്യമായി വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നു. വമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലാ ഇൻഫിസാമ ലഹാ. നിഷേധത്തെ കൈവടിഞ്ഞ്, താഗൂത്തിനെ കൈവടിഞ്ഞ്, അതായത് അതിര് കവിച്ചിലിനെ കൈവടിഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ അവൻ പൊട്ടാത്തൊരു പാശമാണ് മുറുകെ പിടിച്ചിട്ടുള്ളത്, ഒരിക്കലും അത് പൊട്ടിപ്പോകില്ല എന്ന് വളരെ കൃത്യമായി പറയുകയും അല്ലാഹു വലിയുല്ലദീന ആമനു യഖ്റുജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ, അള്ളാഹുവാണ് വിശ്വാസികളുടെ കൈകാര്യകർത്താവ്, സംരക്ഷകൻ, രക്ഷകർത്താവ്. മനുഷ്യനെ ജീവിതത്തിൻ്റെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. വല്ലദീന കഫറു ഔലിയാഹും താഗൂത്ത്, ഇനി നിഷേധിക്കുന്ന ആളുകളുടെ അവരുടെ ഔലിയ, അതായത് രക്ഷാധികാരി, അവരുടെ തോന്നിയാസമാണ്, അവരുടെ മനസ്സിൻ്റെ ജൽപ്പനങ്ങളാണ്.
താവൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിര് കവിച്ചിൽ എന്നുള്ളതാണ്. അള്ളാഹു നിർദ്ദേശിച്ചതിൻ്റെ അപ്പുറമുള്ള എല്ലാം അതിര് കവിച്ചിലാണ്. അപ്പോൾ തോന്നിയാസത്തെ രക്ഷകർത്താവായി കൈകാര്യകർത്താവായി അംഗീകരിച്ചിരുന്ന ആളുകൾ, ആ തോന്നിയാസം അവരെ എങ്ങോട്ട് നയിക്കുന്നു? യുഖ്രിജൂനഹും മിനൻ നൂരി ഇല ദുലുമാത്ത്, അതായത് പ്രകാശത്തിൽ നിന്ന്, ജീവിതത്തിൻ്റെ സ്വതയുള്ള പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് നയിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ നയിക്കുന്നത് പ്രകാശത്തിലേക്കാണ്. പ്രകാശം നമുക്കറിയാം, പ്രതീക്ഷയുടേതാണ് പ്രകാശം. യഥാർത്ഥത്തിൽ പ്രകാശം എന്താണ് എന്ന് ആർക്കും അറിയില്ല. നമ്മൾ പ്രകാശത്തിൻ്റെ പ്രതിഫലനമാണ് മനസ്സിലാക്കുന്നത്. യഥാർത്ഥ പ്രകാശം ആരും കണ്ടിട്ടില്ല എന്നാണ്. ഭൗതിക പ്രകാശവും ആരും കണ്ടിട്ടില്ല, ആത്മീയ പ്രകാശവും ആരും കണ്ടിട്ടില്ല. ഈ കാണുന്നതൊക്കെ പ്രകാശത്തിൻ്റെ ഒരു നമ്മളെ റെറ്റിനയിൽ പതിച്ച് തലച്ചോറിൽ വന്ന് ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്. അപ്പോൾ ഒറിജിനൽ പ്രകാശം ആരും കണ്ടിട്ടില്ല എന്നാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നത്. ഒറിജിനൽ പ്രകാശം മനുഷ്യന് കാണാൻ പറ്റില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ റിഫ്ലക്ഷൻ റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. അപ്പോൾ പ്രകാശം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല. സ്വയം വെളിവായതാണ്, മറ്റുള്ളവയെ വെളിവാക്കുന്നതാണ്, അത് പ്രതീക്ഷയുടേതാണ്. നമുക്കറിയാം, അന്ധകാരം എന്ന് പറയുമ്പോൾ പേടിപ്പെടുത്തുന്നതാണ്, ബേജാറുള്ളതാണ്. പ്രകാശം പ്രസന്നമാണ്, അത് സുതാര്യമാണ്, എല്ലാ ആളുകൾക്കും പ്രതീക്ഷ നൽകുന്നതാണ്. പ്രഭാതത്തിൻ്റെ ആ പൊൻപ്രകാശവും അതുപോലെ തന്നെ പ്രദോഷത്തിൻ്റെ ഇരുട്ടും അതൊക്കെ ഇങ്ങനെ താരതമ്യം ചെയ്ത് ഖുർആനിൽ ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്ന ഈ കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിനുള്ള തെളിവുകൾ, ആ ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആയത്തുകൾ, ഖുർആനിലെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്ന തെളിവുകളാണ്. ഈ തെളിവുകൾ വിശ്വസിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധിപൂർവമാണ് യഥാർത്ഥത്തിൽ ഒരാൾ ഈമാൻ ഉൾക്കൊള്ളേണ്ടത്, ഇസ്ലാമിനെ തിരഞ്ഞെടുക്കേണ്ടത്. കന്യാകുമാരിയിൽ, അതായത് സെൻസസിൽ പേര് വിട്ടാൽ, റേഷൻ കാർഡിൽ പേര് വന്നാൽ, പാസ്പോർട്ടിന് പേര് കൊടുക്കുമ്പോൾ ഒരു മുസ്ലിം പേര് വന്നാൽ, അങ്ങനെയുള്ള ആളുകളെ ഒന്നും യഥാർത്ഥത്തിൽ സത്യവിശ്വാസത്തിൻ്റെ രീതിയിലുള്ള വിശ്വാസികളെന്ന് പറയാൻ സാധ്യമാവുകയില്ല. വിശ്വസിക്കുകയും ആ വിശ്വാസം ജീവിത പ്രമാണമാക്കുകയും ചെയ്യുന്ന ആളുകൾ. അതിന് നിത്യജീവിതത്തിലെ സാധാരണ സംഭവങ്ങളെ തെളിവുകൾ, കണ്ണ് നോക്ക്, ചുണ്ട് നോക്ക്, ചെവി നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മൂക്ക് നോക്ക്, തല നോക്ക്, ശരീരം നോക്ക്, ഈ ആകാശം നോക്ക്, ഭൂമി നോക്ക് എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തും പലതും പറയും. സാധാരണ മനുഷ്യർക്ക്, അത്ര വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്ത ആളുകൾക്ക് മനസ്സിലാകാവുന്ന തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ, കുറച്ചുകൂടി ബുദ്ധി കൂർമ്മതയുള്ള ആളുകൾക്ക് മനസ്സിലാകാവുന്ന വലിയ ഉദാഹരണങ്ങൾ. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനോ ആലോചിച്ചാൽ അവന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പല സംഭവങ്ങൾ. അങ്ങനെ ഒരുപാട് സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. അതിൽ വളരെ ആഴത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് പറയുന്ന സൂറത്ത് ദാരിയാത്തിലെ വളരെ മനോഹരമായ ചില ആയത്തുകളാണ് നിങ്ങളെ ഞാൻ ഓതി കേൾപ്പിച്ചത്. വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. അതിൻ്റെ ഒരു സംഗീത തരംഗം. ആ ഓരോ ആയത്തും അവസാനിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലമൂസിഊൻ, മാഹിദൂൻ, തദക്കറൂൻ, നദീറും മുബീൻ, അതുപോലെ മജ്നൂൻ, മലൂം, മുഅ്മിനീൻ, ലിയഅബ്ദൂൻ, യുത്ഇമൂൻ. ആ വാക്കുകൾ അതിങ്ങനെ നന്നായിട്ടിങ്ങനെ ഓതുമ്പോൾ ആ വാക്കുകൾ തന്നെ ഹൃദയത്തിൽ സ്പന്ദനം ഉണ്ടാക്കും. അത്തരമൊരു ഭയങ്കര ഒരു ചിത്രീകരണമാണ് യഥാർത്ഥത്തിൽ ഈ വലിയ സംഗതി പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ദാരിയാത്തിലൂടെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. സമാ എന്ന് പറഞ്ഞൊരു സംഗതി നമ്മൾ സാധാരണ നിലയിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ആകാശം എന്നാണ്. ആകാശം എന്നാണ് അതിന് പറയുന്നത്. സമാ എന്ന് പറഞ്ഞാൽ സമ എന്ന് പറഞ്ഞാൽ സമാവ്, സമാ എന്ന് പറഞ്ഞാൽ ഉപരിമണ്ഡലം, മുകളിലുള്ള എല്ലാത്തിനെയും. സാമി, സാമി എന്നൊക്കെ പറയുമ്പോൾ ഒരു വാക്ക്, ഉന്നതൻ എന്നുള്ള അർത്ഥത്തിൽ സാമി, സാമീൻ. അപ്പോൾ സമാവാത്ത്, സമാവാത്ത്, ഉപരിമണ്ഡലം, എല്ലാത്തിൻ്റെയും മുകളിലുള്ള, താഴെയുള്ളതല്ല, മുകളിലുള്ളതിനാണ് സമാ. അപ്പോൾ സമാ എന്നും സമാവാത്ത് എന്നും ഖുർആനിൽ ഒരുപാട് പ്രയോഗം നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വ്യാപ്തി എന്താണ്, ഇതിൻ്റെ അതിർത്തി എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. സമാ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ നമ്മൾ നിന്നാൽ മേലോട്ട് നോക്കിയാൽ ആകാശം കാണും. അത് എവിടെ പോയാലും, ഭൂമി ഒരു ഗോളാകൃതിയിലുള്ള സാധനമാണ്. അതിൻ്റെ മോൾഭാഗവും താഴ്ഭാഗവും കൊണ്ട് നമുക്കറിയാം. ഇവിടെ പോയി നിന്നാലും നമുക്ക് മേലെ ആകാശം കാണും. ഭൂമിയുടെ ഉത്തര ധ്രുവത്തിൽ നിന്നൊരാൾ ദക്ഷിണ ധ്രുവത്തിലേക്ക് വന്നാൽ നമ്മൾ ഗോളം കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നിട്ട് താഴോട്ട് നോക്കിയാൽ മേലെയാണ് ആകാശം കാണുന്നത്.
ഒരു വല്ലാത്ത അത്ഭുതമാണ്. നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമി നമ്മളെയും കൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ നമ്മൾ വീഴാതെ അവിടെ നിൽക്കുന്നു. നമ്മുടെ മുകളിൽ ആകാശമാണ്. ആ സൃഷ്ടിപ്പ് തന്നെ അതിഗംഭീരമാണ്, ഭയങ്കരമാണ്. ഇതിപ്പോൾ നമ്മൾ മനുഷ്യന് ഇപ്പോൾ സൂര്യൻ അതിനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ നക്ഷത്രങ്ങൾ ഒരുപാടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സൂര്യനും അതുപോലെ കുറേ ഗ്രഹങ്ങൾ 7 8 9 ഇപ്പോൾ പ്ലൂട്ടോയെ പുറത്താക്കി. അപ്പോൾ ഇപ്പോൾ 8 8 9 10 15 ഒന്നുമല്ല, ഒരുപാടുണ്ട്. നമ്മൾ കുറേ കണ്ടെത്തിയിട്ടുണ്ട്, കുറേ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ സൗരയൂഥത്തിൻ്റെ ഇപ്പോൾ ബുധൻ, യുറനാസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്നൊക്കെ പറയുന്ന അറ്റം വരെ, അതായത് ബുധൻ, ശുക്രൻ, ഭൂമി, വ്യാഴൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചൊവ്വ, വ്യാഴൻ, യുറനാസ്, നെപ്റ്റ്യൂൺ, പിന്നെ പ്ലൂട്ടോ, ഇതൊരു ഏരിയയാണ്. ഇതിനപ്പുറത്തേക്കൊന്നും പോകാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. നമുക്ക് ആകെപ്പോൾ സാധിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ചില സംഗതികളുണ്ട്. ഫ്രഞ്ച് ഗയാനയിലെ കുറു എന്ന് പറഞ്ഞ ഒരു ബഹിരാകാശ ഗവേഷണ കേന്ദ്രമുണ്ട്. അവിടെ നിന്ന് വിട്ട ഒരു ഉപഗ്രഹം, റോസറ്റ ഉപഗ്രഹം, 2004 മാർച്ച് 2 തീയതിയാണ് 2004 മാർച്ച് 2 തീയതിയാണ് വിട്ടത്. 2014 നവംബർ 12 മെനങ്ങാന്നാണ് അതിലെ ഫിലെ എന്ന് പറയുന്ന ഒരു പേടകമുണ്ട്. ആ പേടകം ചുര്യമോവ് ഗസാരിമെങ്കോ, അതായത് P67 എന്ന് പറയുന്ന ഒരു വാൽ നക്ഷത്രത്തിൽ ഇറങ്ങിയത്. മനുഷ്യനല്ല, മനുഷ്യനിർമ്മിത ഒരു പേടകം. ഇതേതാണ്ട് വ്യാഴൻ്റെ അടുത്താണ്, ചൊവ്വയുടെയും വ്യാഴൻ്റെ ഇടയിലുള്ള. ഇനിയും അത്രയധികം സഞ്ചരിച്ചാൽ പോലും ഈ നമുക്ക് സൗരയൂഥത്തിൻ്റെ അതിര് വിട്ട് പോകാൻ കഴിയില്ല എന്നുള്ള, മനുഷ്യന്മാർക്ക് എന്തായാലും പോകാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് കോടാനകോടി മൈലുകൾക്കപ്പുറത്ത് ഒരു മനുഷ്യനിർമ്മിത പേടകം ഇറക്കിയിട്ട് എന്തിനാ നമ്മളിത് ഇറക്കിയെന്ന് ചോദിച്ചാൽ, ഈ സൗരയൂഥത്തിൻ്റെയും അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെയും ഒക്കെ ഉൽപ്പത്തി എങ്ങനെയാണ്, അതിൻ്റെ വികാസം എങ്ങനെയാണ്, ഭൂമിയിലെ മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് അതിൻ്റെ ബന്ധമുണ്ട്. അപ്പം നമ്മൾ സാധാരണ നിലയിൽ റേഷൻ വാങ്ങാൻ പൈസ ഇല്ലാതെ വിഷമിക്കുന്ന ഒരാളോട് ഫ്രഞ്ച് ഗയാനയിലെ കുറു ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഈ കോടാനുകോടി മൈലുകൾക്കപ്പുറം ഇങ്ങനെ സംഗതി പോയാന്ന് പറഞ്ഞാൽ അത്ര ഉൾക്കൊള്ളാൻ സാധ്യമല്ല. പക്ഷെ ഇത് ഇവിടെയുള്ള മനുഷ്യന്മാരാണ് ചെയ്യണത്. എന്തിനാ ചെയ്യണത്? ഭൂമിയിൽ കുറച്ചുകൂടി നല്ല ആശ്വാസകരമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാനുള്ള വഴികൾ എന്തെന്ന് അന്വേഷിക്കാൻ ആഴങ്ങളിൽ പഠിക്കുകയാണ് നമ്മൾ. എന്നിട്ട് ഇങ്ങനെ ഈ സൗരയൂഥത്തിൻ്റെ പകുതിയിലെത്തിയിട്ടുള്ളൂ. ഇനി പകുതിയും കൂടെ കടക്കുമ്പോൾ എത്രയോ വർഷങ്ങളെടുക്കും. കടന്നുകൂടാതൊന്നുമില്ല. ഈ ഇത്തരം സൗരയൂഥങ്ങൾ, കോടാനകോടി സൗരയൂഥങ്ങൾ ചേർന്നിട്ടുള്ള ഒരു വലിയ സമുച്ചയമുണ്ട്, ഗാലക്സി, മിൽക്കി വേ എന്നാ പറയുക. ഈ മിൽക്കി വേ ആകാശത്തിലുള്ളത്. ഈ മിൽക്കി വേ ഒറ്റപ്പെട്ടൊന്നല്ല, 1250 കോടി, 1249 കോടി മിൽക്കി വേകൾ വേറെ കിടക്കണം. അപ്പോൾ 1250 കോടി ഗാലക്സികളുള്ള ഈ മഹാ ആകാശഗംഗയെ നമ്മൾ സമാ എന്ന് വിളിച്ചാൽ, ബനൈന ഫൗഖക്കും സബഅൻ ഷിദാദ, 7 സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ 6 ബാക്കിയുണ്ട്. അപ്പോൾ ഒന്നാം ആകാശത്ത് തന്നെ 1250 കോടി ഗാലക്സികളുണ്ടെങ്കിൽ ആ ഗാലക്സിയിൽ നിന്ന് വളരെ ചെറുതാണ് സൗരയൂഥം. ആ സൗരയൂഥത്തിനകത്ത് ചെറിയൊരു സാധനമാണ് ഭൂമി. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾക്ക് മാക്സിമം മനുഷ്യൻ്റെ ശക്തി കൊണ്ട് കുതിക്കാൻ പറ്റിയത് യഥാർത്ഥത്തിൽ ഇവിടം വരെയാണ്. അപ്പോൾ മനുഷ്യന് അങ്ങോട്ട് അറിവുണ്ടാവുമ്പോൾ അറിവുകേടിനെ കുറിച്ച് അറിവുണ്ടാവും. നല്ല അറിവുണ്ടാവുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാന്നറിയും. അത് നിസ്സഹായാവസ്ഥ ബോധ്യമാവുകയും ചെയ്യും. ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ പഠനത്തിൻ്റെ ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഇത്തരം സംഗതികൾ പറയുന്നു. ഇപ്പോൾ 1500 കൊല്ലമായി ഇത് അവതരിപ്പിച്ചിട്ട്. എന്നിട്ട് ഇപ്പോഴാണ്, ഈ അടുത്ത കാലത്താണ് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുത് ശാസ്ത്രത്തിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ആകാശം എന്താണ് എന്നും ആകാശത്തിൻ്റെ വ്യാപ്തി എന്താണെന്നും അത് എവിടെ അവസാനിക്കുന്നു എന്നും ആർക്കും പറയാൻ സാധ്യമല്ല. ഒരു മനുഷ്യനും ഇത് പറയാൻ സാധ്യമല്ല. അത്ര അധികം വലിയ വ്യാപ്തിയാണ്. ഇങ്ങനെയുള്ള ആകാശലോകങ്ങൾ കടന്നിട്ട് 7ാം ആകാശത്തിൻ്റെ അതിർത്തിയിൽ സിദ്റത്തുൽ മുന്തഹയ്ക്കപ്പുറം രക്ഷിതാവിൻ്റെ ഹദറത്തിൽ പോയ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. ആലോചിക്കുക. അപ്പോൾ എത്ര ഗാംഭീര്യമാണ്. എന്നിട്ട് ആ ആകാശത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയണം. നിങ്ങൾ കാണുന്ന ഈ ആകാശം ഉണ്ടല്ലോ, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ, ഈ ആകാശം നമ്മൾ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹുവിൻ്റെ ശക്തി കൊണ്ട് നിർമ്മിച്ചതാണ് എന്നർത്ഥം.
അള്ളാഹുവിന് നമ്മളെപ്പോലെ 2 കൈകളുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. പടച്ച തമ്പുരാന്റെ ശക്തി കൊണ്ടാണ് ഈ ആകാശത്തെ നാം നിർമ്മിച്ചിരിക്കുന്നത്. വൈന്നാല മൂസയൂൻ, അത് നാം വികസിപ്പിച്ചുകൊണ്ടേയിരിക്കും. വളരെ വലിയൊരു പ്രശ്നമാണ് വികസനം. ആധുനിക മനുഷ്യരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വികസനം. റോഡ് വികസനം, പാലം, തോട്, അത് ഇത്, ഇലക്ട്രിസിറ്റി വികസനം എല്ലാ മേഖലയിലും വന്നുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് ടെക്നോളജി വല്ലാതെ വികസിച്ച് കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വല്ലാണ്ട് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാനാവാത്ത തരത്തിലുള്ള വികസനങ്ങൾ വന്നിട്ടുണ്ട്. ഒരു കാര്യം പറയുന്നത് രേഖപ്പെടുത്തി വെക്കും, പിന്നീട് കേൾക്കാൻ പറ്റുമെന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പറഞ്ഞാൽ ആൾക്ക് വിശ്വാസമാവില്ല. പക്ഷെ ഇപ്പം ഇവിടെ നിമിഷ നേരം കൊണ്ട് നമ്മളെ മൊബൈൽ ഫോണിലൂടെ നമുക്ക് എന്തും റെക്കോർഡ് ചെയ്യാം. നല്ലൊരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ എന്തും റെക്കോർഡ് ചെയ്യാം. 1000 പ്രാവശ്യം അത് വീണ്ടും കേൾക്കണമെങ്കിൽ ഒരു പ്രശ്നമില്ല, അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പോൾ വളരെ മനുഷ്യകരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, അള്ളാഹുവിൻ്റെ സഹായത്തോടെ തന്നെയാണ് മനുഷ്യകരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വികസനം ഭയങ്കരമാണ്. അതായത് ഗതാഗത മേഖലയിലുള്ള വികസനം നമുക്കറിയാം. വിമാനങ്ങളൊക്കെ വളരെ വലിയ സ്പീഡിൽ പോകുന്ന വിമാനങ്ങളാണ്. നമ്മളിവിടെ മെട്രോ ട്രെയിൻ, ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വലിയ സ്പീഡിലുള്ള ട്രെയിനുകൾ വരെ. ഇപ്പോൾ ഡൽഹിയിലെത്താൻ ഒരു 5 മണിക്കൂർ 10 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്ന തീവണ്ടി നമ്മുടെ നാട്ടിൽ തന്നെ വരാൻ സാധ്യതയുള്ളത്. മണിക്കൂറിൽ 537 കിലോമീറ്റർ സഞ്ചരിക്കുന്ന തീവണ്ടി യൂറോപ്പിലെ ചില രാജ്യങ്ങളിൽ പരീക്ഷണാർത്ഥം നടത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും വികസനം നടക്കുന്നുണ്ടെന്നുള്ളത്. ഈ വികസനം പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണെന്നുള്ളത്. മനുഷ്യജീവിതം അങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ഒരു ബിന്ദുവിൽ നിന്നാണ് നമ്മൾ വികസിക്കുന്നത്. അതായത് ആണിൻ്റെയും പെണ്ണിൻ്റെയും ആ ബീജങ്ങൾ ചേർന്നതിന് ശേഷം അതിങ്ങനെ വളർന്ന് പൂർണ്ണമായി എല്ലായി, പിന്നെ മനുഷ്യനായി, പിന്നെ നല്ലൊരു മനുഷ്യനായി, നല്ലൊരു കുട്ടിയായി പുറത്തിരുന്നു. ആ കുട്ടി വളർന്ന് വലുതായി, യുവാവായി, പിന്നെ വൃദ്ധനായി, അങ്ങനെ ജീവിതത്തിൻ്റെ വികാസത്തിൻ്റെ ഒരുപാട് പരിണാമഘട്ടങ്ങൾ ഇങ്ങനെ തരണം ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇത് പ്രപഞ്ചത്തിനും ബാധകമാണ്. പക്ഷെ പ്രപഞ്ചത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. പ്രപഞ്ചം എവിടെയാണ് നിൽക്കുന്നത് എന്ന് ശാസ്ത്രത്തിന് അറിയില്ല. നമുക്കിരിക്കാൻ ഭൂമിയുണ്ട്, ഭൂമി നിൽക്കാൻ സൗരയൂഥമുണ്ട്, സൗരയൂഥത്തിന് നിൽക്കാൻ ഗാലക്സികളുണ്ട്, ഗാലക്സികൾക്ക് നിൽക്കാൻ ഒരു ആകാശഗംഗമുണ്ട്. ഈ ആകാശഗംഗ കൂടെ എവിടെയാണ് നിൽക്കുന്നത്? അപ്പോൾ ഈ സമാഹിനെ വികസിക്കുക എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡിങ് യൂണിവേഴ്സ്, അതായത് വികസിക്കുന്ന പ്രപഞ്ചം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു 50-60 കൊല്ലങ്ങൾക്ക് മുമ്പ് എഡ്വിൻ പി ഹബിൾ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് വികസിക്കുന്ന പ്രപഞ്ചത്തെ ഡ്രെഡ് ഷിഫ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞ മൂപ്പര് സംഗതി നടത്തി. അതിൻ്റെ വിശദാംശങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. എങ്കിലും അയാളാണ് ഈ പ്രപഞ്ചം ചുരുങ്ങൽ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഈ വികസിക്കുന്ന പ്രപഞ്ചത്തിൽ, വികസിക്കുന്ന ഭൂമിയിൽ വികസിക്കുന്ന മനുഷ്യ ജീവിതവും ഇങ്ങനെ വികസിച്ചു കൊണ്ടേയിരിക്കും. ഓരോ തരത്തിലും നമ്മളെ വിജ്ഞാനം വികസിക്കും, അതുപോലെ തന്നെ നമ്മളെ പക്വത വികസിക്കും, അതുപോലെ തന്നെ നമ്മളെ സാമ്പത്തിക രംഗം വികസിക്കും. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള വികസനവും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്ലാൻ ചെയ്യുന്നത്. ഇന്നാ ലമൂസിഊൻ, ഈ പ്രപഞ്ചം, ഈ ആകാശം വികസിപ്പിക്കുന്നത് പോലെ എല്ലാം നമ്മൾ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കും. വൽ അർള ഫറശ്നാഹ, ഭൂമി നിങ്ങൾ ഗോളമാണെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷെ എവിടെ ചെന്നാലും അതൊരു വിരിപ്പായിട്ടാണ് കാണുക. ഭൂമിയിൽ ഒരാൾ സഞ്ചരിച്ചാൽ ആ ഉത്തരധ്രുവത്തിൽ പോയി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ വലിപ്പവും വ്യാപ്തിയും കൊണ്ട് നമുക്കത് അവിടെ ഒരു വിരിപ്പായിട്ടാണ് നിന്ന് കാണുക, പരന്നതായിട്ട് നമുക്ക് കാണും. എവിടെ ചെന്നാലും, ഏത് കർവിൽ, ഏത് വളവിൽ ചെന്ന് കഴിഞ്ഞാലും അത് നമുക്ക് ഭൂമി വളരെ പ്രവിശാലമായ ഒരു വിരിപ്പായിട്ട് നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഇതിനെ സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നത് കണ്ടില്ലേ? വനഅമൽ മാഹിദൂൻ, ആ വിരിച്ചു തന്നവൻ എത്ര അനുഗ്രഹമുടയവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ മനുഷ്യ മനസ്സിനെ ഈ പ്രപഞ്ചത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുക, എന്നിട്ട് അതേസമയം ഭൂമിയിലെ വിധാനങ്ങളിലേക്ക് ഇങ്ങനെ ബോധ്യവാനാക്കുക. എന്നിട്ട് ഇതൊക്കെ നിങ്ങളൊന്ന് നോക്ക് മനുഷ്യന്മാരെ, നിങ്ങൾക്ക് ഞാൻ കണ്ണ് തന്നില്ലേ, ബുദ്ധി തന്നില്ലേ, ചെവിയും കേൾവിയൊക്കെ തന്നില്ലേ, എന്നിട്ട് നിങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ലേ എന്നുള്ളതാണ്. وَمِن كُلِّ شَيْءٍ خَلَقْنَا زَوْجَيْنِ لَعَلَّكُمْ تَذَكَّرُونَ, നാം സൃഷ്ടിച്ച എല്ലാ കാര്യങ്ങളിലും ഇണകളായിട്ടാണ്, പേഴ്സായിട്ടാണ് സൃഷ്ടിച്ചത്. അല്ലാത്ത ബാക്കി എല്ലാത്തിനും ഇണുണ്ട് എന്നുള്ളത് നമുക്കറിയുന്നതാണ്. ആണ് പെണ്ണ്, രാത്രി പകല്, ചുവപ്പ് പച്ച എന്നൊക്കെ പറയുന്ന പോലെ എല്ലാത്തിനും ഇണുണ്ട്. ഈ ഇണ വെറും ഒരു അലങ്കാര വസ്തുവല്ല. ഇണയും തുണയും തമ്മിലുള്ള ആകർഷണത്തിലും മൊഹബത്തിലുമാണ് ജീവിതം സംഘടിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യന് മാത്രമല്ല, എല്ലാ ജന്തുക്കളിലും ഉണ്ട് ആ ആകർഷണ രീതിയുണ്ട്. ജന്തുക്കൾ മാത്രമല്ല, പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട് എല്ലാത്തിനകത്തും. അതിനകത്ത് താഴെ കോർക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ ഇലക്ട്രോണൊക്കെ കഴിഞ്ഞാലല്ല, അപ്പ് കോർക്കും ഡൗൺ കോർക്കും എന്നൊക്കെ പറയും. ഇങ്ങനെ ഓരോ തലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ജോഡി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്.
ദുഃഖത്തിനോ ജീവിതത്തിൻ്റെ ഓരോ സംഗതി വസ്തുക്കൾക്ക് മാത്രമല്ല വസ്തുതകൾക്കും സന്തോഷം വന്നു കഴിഞ്ഞാൽ ദുഃഖം വരാതിരിക്കാൻ യാതൊരു ന്യായമില്ല. ദുഃഖമുണ്ടെങ്കിൽ സന്തോഷം വരിക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. എല്ലാ കാലത്തും എല്ലാവർക്കും ദുഃഖം ഉണ്ടാവില്ല, സന്തോഷം വരിക തന്നെ ചെയ്യും. ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ആളുകൾക്ക് തന്നെ ദാരിദ്ര്യം അനുഭവപ്പെടും. ബാങ്കിൽ ബാലൻസ് ഇല്ലാത്തതുണ്ടാവില്ല, പണിയൊന്നും നടക്കില്ല, കാര്യങ്ങളൊന്നും നേരെ പോവില്ല, വളരെ ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ സംഗതികളിലും നമ്മൾ ഇണയായി സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെ അല്ല കേട്ടോ. എല്ലാവർക്കും തദക്കറും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാൻ വേണ്ടിയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ വേണ്ടിയാണ്. പഠിച്ചോനെ ഇവിടെ ദുന്യാവിൽ മുസ്ലിമായി ജീവിക്കാൻ വേണ്ടി ഇതൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചാൽ അള്ള പറയുന്നത് അങ്ങനെയാ. നിങ്ങൾ വെറുതെ ഒരു പൊട്ട മുസ്ലിമായിട്ട് ഞാനും മുസ്ലിമാണ്, വാപ്പ മുസ്ലിമാണ്, അപ്പൂപ്പ മുസ്ലിമാണ്, അതുകൊണ്ട് ഞാനും മുസ്ലിമായി എന്ന് പറയുന്ന ഒരു മഫ മുസ്ലിമായിട്ട് നടക്കുക അല്ല വേണ്ടത്. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ആരോടും പറഞ്ഞു കൊടുക്കാനുള്ള വിവരം വേണം. ഈ പ്രപഞ്ച സംവിധാനത്തെക്കുറിച്ചും സംഗതികളെക്കുറിച്ചുള്ള ഗ്രാഹ്യം, ശരിയായ ഒരു ജ്ഞാനം നീ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഇതൊക്കെ ഞാൻ നിനക്ക് പഠിപ്പിക്കുന്നതാണ് എന്ന്. ഖലഖ്നാ സൗജൈനി ലഅല്ലക്കും തദക്കറൂൻ. ഇതെല്ലാം കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആകെ ഒരു പിടിയിട്ടാത്തൊരവസ്ഥ. ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മളങ്ങനെ പോവുക ആകാശലോകങ്ങൾക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചേർന്ന് പോയാൽ നമുക്കും അവിടെ സിദ്റത്തുൽ മുൻതഹയിലെത്താം. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹദറത്തിലേക്ക് മനുഷ്യരാശിയുടെ പ്രതിനിധിയായി അള്ളാഹുവിനെ കാണാൻ പോയ മഹാപ്രവാചകന്റെ കൂടെ നമുക്ക് പോകാം. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആരുമല്ല, നമ്മൾക്ക് ഒരുപാട് പിഴവുകളുണ്ട്, കുഴപ്പങ്ങളുണ്ട്. ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, കഴിച്ചിലാവണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുക. അതുകൊണ്ട് പടച്ചോട്ടനെ പറയാം, ഫഫിറൂ ഇലല്ലാഹ്, അള്ളാഹിലേക്ക് ഫഫിറൂ, ഓടിച്ചെല്ലുകയാണ്. പടച്ച തമ്പുരാനിലേക്ക് ഓടിച്ചില്ല, തൗബയായിട്ട് അതുപോലെ സഹായ അഭ്യർത്ഥനയുമായിട്ട് അള്ളാഹിലേക്ക് ഓടി ഓടി അടുക്കുക. അള്ളാഹുവിനോട് തടുക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? നിസ്കരിക്കുകയാണോ നിസ്കരിക്കുക, നോമ്പ് പിടിക്കുകയാണെങ്കിൽ നോമ്പ് പിടിക്കുക, സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ ഹജ്ജ് ചെയ്യാം, മാന്യമായി പെരുമാറുകയാണെങ്കിൽ മാന്യമായി പെരുമാറുക, സത്യസന്ധമായി പെരുമാറുകയാണെങ്കിൽ സത്യസന്ധമായി പെരുമാറുക. എന്തൊക്കെയാണ് അള്ളാഹിലേക്ക് അടുക്കാൻ പറ്റിയതെന്ന് പ്രത്യേകിച്ച് ആരോടും ലിസ്റ്റ് ഇട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയാം അള്ളാഹിലേക്ക് അടുക്കുന്ന എന്തൊക്കെയാണെന്ന്. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹിലേക്ക് അടുക്കണം എന്ന് പറയാൻ വേണ്ടി ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു. ലേശം ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ആകാശം, അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ വികസനം, ഭൂമി അതിനെ വിരിപ്പാക്കിയത്, എല്ലാത്തിനെയും ഇണകളായി സൃഷ്ടിച്ചത്, അവ തമ്മിലുള്ള അട്രാക്ഷൻ, ഈ സംഗതികളൊക്കെ പറഞ്ഞു വെച്ചിട്ട് ദെൻ അപ്പോൾ അതിനെ കണക്ട് ചെയ്ത് പറയാണ്, ഫഫിറൂ ഇലല്ലാഹ് ഇന്നീ ലക്കും മിൻഹു നദീറും മുബീൻ, ഞാൻ നിങ്ങൾക്ക് അവനിൽ നിന്നുള്ള വ്യക്തമായ ഒരു താക്കീതുകാരനാണ് എന്ന് നബിയെ നീ അങ്ങ് പറഞ്ഞു കൊടുക്കുക. പ്രവാചകന്റെ കാര്യത്തിനകത്തൊന്നുമില്ല. ജിബ്രീൽ എന്താണ് അള്ളാഹിൽ നിന്ന് പറഞ്ഞു കൊടുത്തത് അത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് പ്രവാചകൻ ചെയ്തിട്ടുള്ളത്. അതനുസരിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കുക, അതനുസരിച്ച് പറഞ്ഞു ഫഫിറൂ ഇലല്ലാഹ്. അപ്പോൾ ഒരു മനുഷ്യൻ എന്ന് വന്ന് വെള്ളിയാഴ്ച ഇവിടെ ജുമയ്ക്ക് വന്നു, കുറേ എന്തൊക്കെ പ്രസംഗിച്ച്, കുറച്ച് നേരം ഉറങ്ങി, കുറച്ച് അങ്ങോട്ട് ശ്രദ്ധ പോയി, എന്നാലും ഒരൊറ്റ വാക്ക് ഫഫിറൂ ഇലല്ലാഹ് എന്നല്ല പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം മനസ്സിലിങ്ങനെ കൊണ്ടാൽ അള്ളയിലേക്ക് പാഞ്ഞടുക്കുക എന്ന് അള്ള പറഞ്ഞിട്ടുണ്ട്. ഫഫിറൂ ഇലല്ലാഹ്, ഫഫിറൂ ഇലല്ലാഹ്. അവിടെ ഹത്തീബ് 5-6 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു. ഒരൊറ്റ വാക്ക് മാത്രം അള്ളയിലേക്ക് അടുക്കുന്ന 2 വാക്കുകൾ ചേർന്ന ഒരു സെന്റൻസ്, ഫഫിറൂ ഇലല്ലാഹ്, അള്ളയിലേക്ക് അടുക്കുക. അപ്പൊ അള്ളയിലേക്ക് അടുക്കാനുള്ള ഒരു മനസ്സ് നമ്മളങ്ങ് തുറക്കുമ്പോൾ ആകാശലോകത്തിൽ തത്തനസ്സലു അലൈഹിമുൽ മലായിക, ആകാശലോകത്തുനിന്ന് മാലാഖമാരെ ഇറങ്ങി വന്ന് കൈപിടിച്ചു കൊണ്ടുപോകും സത്യവിശ്വാസിയെ. അങ്ങനെ കൈപിടിച്ചു കൊണ്ട് പോകപ്പെടേണ്ട സത്യവിശ്വാസികളുടെ കൂട്ടത്തിലാണ് നമ്മൾ പെടേണ്ടത് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഈ ഒരവസ്ഥയിൽ, ഈ പ്രപഞ്ചത്തിന് ഇത്രയും വ്യാപ്തിയുള്ള സംവിധാനങ്ങൾ പല ആളുകളായിട്ടുണ്ടാക്കിയാൽ പറ്റൂല എന്ന് നിങ്ങളുടെ സാമാന്യ ബുദ്ധി നിങ്ങളോട് പറഞ്ഞു തരുന്നില്ലേ? അതുകൊണ്ട് വേറെ പടച്ചോനെന്ന് അന്വേഷിച്ച് പോകരുത്, വേറെ പടച്ചോനെന്നും അന്വേഷിച്ച് പോകരുത്. ഒരൊറ്റ പടച്ചോനെ പറ്റുള്ളൂ. അവനാണ് അള്ളാഹ്, അവനാണ് റബ്ബ്, അവനാണ് ഇലാഹ്. അള്ളയാണ് നിങ്ങളെ രക്ഷിതാവ്. അങ്ങനെ നിങ്ങൾ ഉറക്കെ പറയണം, പ്രഖ്യാപിക്കണം, എന്നിട്ടതിൽ ഉറച്ചു നിൽക്കണം. അതായത് വല്ലാത്ത ജലൂ അല്ലാഹി ഇലാഹൻ ആഖർ ഇന്നീ ലക്കും മിൻഹു നദീർ, ആവർത്തിച്ച് പറയാം, ഇന്നീ ലക്കും മിൻഹു നദീറും മുബീൻ, ഞാൻ അവനിൽ നിന്നുള്ള നിങ്ങൾക്കുള്ള വ്യക്തമായ താക്കീതുകാരനാണ്. ഈ സംഗതിയൊക്കെ പണ്ടും പറഞ്ഞിരുന്നു. ആദം നബി മുതലേ ഇത് പറഞ്ഞിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമല്ല ഇത് പറഞ്ഞത്. കദാലിക മാ അതല്ലദീന മിൻ ഖബ്ലിഹിം മിർ റസൂലില്ലാ ഖാലൂ സാഹിറുൻ ഔ മജ്നൂൻ. മുമ്പൊക്കെ ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ചില കാക്കക്കാരന്മാരും തനിക്ക് താൻ പോകുന്നവരാണ് എന്ന് വിചാരിച്ച് നാട്ടിലെ വമ്പന്മാരും കൊമ്പന്മാരുമായി നടന്ന ആളുകളൊക്കെ പറഞ്ഞു, ഓന് വട്ട,
അബ്ദുള്ളൻ്റെ മോനില്ലേ മുഹമ്മദ്, ആ വട്ടാണ്. സാധാരണ നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവങ്ങൾ അതിനൊന്നും ഒരു കഴിവില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണല്ലേ പറയണത്. എന്തോ മാരണം ബാധിച്ചിരിക്കുന്നു. ജാലവിദ്യക്കാരനാണ്, സാഹിറൻ ഓ മജ്നൂൻ. പണ്ടും മുഹമ്മദേ നീ ബേജാറാവേണ്ട, നിന്നെ മാത്രമല്ല നിന്റെ മുന്നിൽ വന്ന ആളുകളെയും സാഹിറൻ ഓ മജ്നൂൻ എന്ന് പറഞ്ഞു. ഇതിൽ മറ്റൊരു സൂചനയും കൂടെ ഉണ്ട്. ഇത് പറയുകയും പള്ളി ഉണ്ടാക്കുകയും ഒത്തുപാടത്തുകയും നിസ്കാരം നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ സമൂഹത്തിൽ ഇത് പറയുമ്പോൾ യവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാഹിറൻ ഓ മജ്നൂൻ, സാഹിറൻ ഓ മജ്നൂൻ എന്ന് മറ്റൊരു പറഞ്ഞത്. വാക്കുകൊണ്ട് നാക്കുകൊണ്ട് പറഞ്ഞ് പത്രത്തിൽ അടിച്ചെന്ന് പറയേണ്ട ആവശ്യമില്ല. മനസ്സുകൊണ്ട് വിചാരിച്ചാൽ കുറേ കാക്കന്മാർ നടക്കണ ഓരെന്തൊക്കെ ഇങ്ങനെ ഈ ഭൂമിയിലില്ലാത്ത കുറേ കാര്യങ്ങൾ, ആകാശം, അതിൻ്റെ അപ്പുറം, പിന്നെ പരലോകം, സ്വർഗം, നരകം, വിചാരണ, മാശറ, വേറെ പണിയൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം ജീവിക്കാനുള്ള ഏർപ്പാട് വല്ല ചെയ്യാനുള്ളതിൻ്റെ സമയത്ത് ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് പഠിച്ച് പൈസ ചെലവാക്കി അതിന് മദ്രസ ഉണ്ടാക്കി അതിനാളെ പറഞ്ഞ് ഇങ്ങനെ നടക്കണം, വേറെ ഒരു പണിയില്ല. അങ്ങനെ പറയുന്നവരാണ് ലോകത്തിൽ ഭൂരിപക്ഷ ആൾ. ഇന്ന് ലോക സമൂഹത്തിൽ അങ്ങനെ വിചാരിക്കുകയും പറയുന്നവരുമാണ്. അത്തവാസോ ബിഹ്, അവരെങ്ങനെ ഈ പണ്ടുള്ള ആളുകൾ ഇപ്പോഴുള്ള ആളുകളും തമ്മിൽ പരസ്പരം ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് പറയാൻ അള്ളാഹു തആല കളിയാക്കുക. ഇവരെന്താ വല്ല എഗ്രിമെന്റ് വാങ്ങിയണോ? മുമ്പുള്ള നിഷേധികൾ പറഞ്ഞ് അതുപോലെ തന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറയാൻ മറ്റുള്ളവരിൽ നിന്ന് വല്ല എഗ്രിമെന്റ് വാങ്ങിയിട്ട് ഒരു പരസ്പരം ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ബൽഹും ഖൗമുൻ താഊൻ, അതിക്രമകാരികളായ ഒരു ജനതയായിരുന്നു അവർ. ഇവരും അതിക്രമകാരികളായ ജനതയാണ്. അതിക്രമം കൊണ്ടാണ്, സത്യനിഷേധം മനസ്സിലുള്ളത് കൊണ്ടാണ് ഈ വക തോന്നിയാസങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഫത്തവല്ലാൻ, വിട്ടളാവും. നബിയോട് പറയാം, സത്യവിശ്വാസികളോട് പറയാം, വിട്ടള അത്ര ആളുകളെ. ഫത്തവല്ലാൻഹും ഫമാ അൻത ബിമലൂം, നിന്നെ നാം ആക്ഷേപിക്കില്ല, നീ ആക്ഷേപാർഹനല്ല. സത്യവിശ്വാസി അവന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു കഴിഞ്ഞാൽ ആരിത് അംഗീകരിച്ചില്ല എന്നുള്ളത് അള്ളാഹ്ക്ക് ഒരു പ്രശ്നമല്ല, സത്യവിശ്വാസിക്ക് ഒരു പ്രശ്നം വേണ്ടതില്ല. ഇതിങ്ങനെ ശാന്തമായ അന്തരീക്ഷത്തിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ മഹാപ്രപഞ്ചം വെറുതെ അങ്ങ് പടച്ചല്ല, മനുഷ്യജീവിതം വെറുതെ അങ്ങ് നശിച്ചു പോകുന്നതല്ല. ഈ ഓരോ വികാര വിചാര ചിന്ത ആശയ ഭാഷ പ്രാർത്ഥന പ്രവർത്തനങ്ങൾക്കും രേഖപ്പെടുത്തുന്നുണ്ട്. അതിനനുസരിച്ചുള്ള പ്രതിഫലം നിനക്ക് ലഭിക്കും. നമ്മളൊരാളെ ശല്യപ്പെടുത്തിയാൽ അള്ളാഹു തആല നമ്മളെ ശല്യപ്പെടുത്തും, ഒരാളെ വഞ്ചിച്ചാൽ നമ്മളെയും വഞ്ചിക്കും. നമ്മുടെ ചാമ്പിനാണ് ശിക്ഷ കിട്ടും. അള്ളാഹ് വഞ്ചിക്കുക എന്ന് പറയാൻ പറ്റില്ല, അള്ളാഹിന് ശിക്ഷ ഏർപ്പെടുത്തലാണ്. തൗബ ചെയ്ത് മടങ്ങി ഫഫിറൂ ഇലല്ലാഹ്, ചെയ്തു പോയതിനെ സംബന്ധിച്ച് തൗബ ചെയ്ത് മടങ്ങി ജീവിതം രക്ഷപ്പെടുത്തുക, അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. എന്നിട്ട് വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, നീ ഇത് ഓർമ്മപ്പെടുത്തുക. യു കൗൺസിൽ എന്നാണ്, അതായത് ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ ആരും കേട്ടില്ല എന്ന് പറഞ്ഞിട്ട്, ആരും പള്ളിയിൽ നിസ്കരിക്കാൻ വന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ബാങ്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ല. ബാങ്ക് വിളിച്ചേ പറ്റുള്ളൂ. ഖമത്ത് കൊടുക്കണം, ഉള്ളവൻ നിസ്കരിക്കണം, ഇല്ലാത്തവൻ നിസ്കരിക്കണ്ട. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഒരു നിർബന്ധമില്ല. അത് എന്താണ് സംഭവിക്കേണ്ടത് അവസാനം അത് അള്ളാഹ് പറഞ്ഞതുപോലെ സംഭവിച്ചുകൊള്ളുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് സത്യവിശ്വാസം ലേശ ഉള്ളിലുണ്ടെങ്കിൽ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, അത് പ്രയോജനകരമാകും. അപ്പൊ നമുക്ക് കേൾക്കുന്ന കാര്യം, ഇയാളെ എല്ലാ വെള്ളിയാഴ്ചയും വന്ന് പലതും ഇങ്ങനെ പറയും. ഇപ്പോൾ കുറേ സയൻസ്, ഫ്രഞ്ച്, ഗയാന, കുറു, ബഹിരാകാശം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതുവഴി കേട്ട് ഇതുവഴി കളഞ്ഞു പോവുകയാണെങ്കിൽ ഒരു കാര്യമില്ല. അതല്ല, കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു പഠിച്ചനെ ഇതൊക്കെ വലിയൊരു സംഗതിയാണല്ലോ അള്ളാഹ് പറയണത് എന്നൊരു മാറ്റം മനുഷ്യ മനസ്സിലുണ്ടാവുകയാണെങ്കിൽ ഈമാനുണ്ട് എന്നുള്ളതിന് തെളിവാണ്. ഒരനക്കവും ബാധിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ സാധാരണ എല്ലാം കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഓരോരുത്തർ വന്നു ഖുത്ബയെല്ലാം കഴിഞ്ഞ് 2 റക്അത്ത് ഇങ്ങനെ കൈകെട്ടി കഴിഞ്ഞ് വീണിട്ട് അങ്ങോട്ട് പോകും. അവർ നിസ്കരിച്ചു എന്നൊക്കെയാണ് വെപ്പ്. പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനമില്ല എന്ന്. എത്രമാത്രം ഖിയാമത്ത് നാൾ വരെ പ്രവാചകൻ നേരിട്ട് വന്ന് പറഞ്ഞാലും ഇനി പടച്ചവൻ വടിയുമായിട്ട് അവിടെ നിന്നാലും മനുഷ്യന്മാരിങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് നേരത്തെ ഖുത്ബ നിർത്തുമെങ്കിൽ പലർക്കും ജുമ ഉണ്ടാവുകയില്ല, അങ്ങനെയും സംഭവിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാറ്റം മനസ്സിലുണ്ടായില്ലെങ്കിൽ ഇതൊന്നും കേട്ടതുകൊണ്ട് കാര്യമില്ലാവും. വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, നീ ഓർമ്മപ്പെടുത്തുക, അത് സത്യവിശ്വാസികൾക്ക് പ്രയോജനം ചെയ്യും. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഈ ജിന്നിനെ ഇൻസിനെയൊക്കെ പഠിച്ചിരിക്കുന്നത് എന്നോട് ചോദിക്കാനാണ്, എന്നോട് പ്രാർത്ഥിക്കാനാണ്, എനിക്ക് ഇബാദത്ത് ചെയ്യാനാണ്. എന്നോട് ഇറന്ന് ചോദിച്ച് വാങ്ങി അനുഭവിച്ച് വിജയത്തിന്റെ മാർഗത്തിലേക്ക് പോകാൻ വേണ്ടി മാത്രമാണ് ഇവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാതെ ഞാൻ കൊടുത്തത് എടുത്തു വെച്ചിട്ട് ഞാൻ തിരക്കടില്ല, എനിക്ക് ഇന്ന പൊസിഷനുണ്ട്, ഇത്ര ശമ്പളം കിട്ടുന്നുണ്ട്, ഞാൻ ഇന്ന ആളാണ്, ഇന്നടത്ത് ഇന്നവന്റെ മോനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കോളറൊക്കെ പൊക്കി നെഞ്ചൊക്കെ വിരിച്ച് നടന്നാല് കുറഞ്ഞ് സമയം അള്ളാഹ് അനുവദിച്ചിട്ടുണ്ട്. വഖല്ലാ അജലം മുസമ്മ, അത് കഴിഞ്ഞാൽ തള്ളിയിടും, പിടിച്ചോണ്ട് പോകും. ഒരൊറ്റ പോക്കാണ്. പിന്നെ
അതായത് വലൗലാ ഇദാ ബലഗതുൽ ഹുൽഖൂം വഅൻതും ഹീനഇദൻ തൻദുറൂൻ. ഇവിടെ റൂഹ് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കല്ലാ ഇദാ ബലഗതിത് തറാഖ് വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തിസ് സാഖ് ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. പിടിത്തം തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ണങ്കാലമായിട്ട് അടിച്ച് നിന്റെ രക്ഷിതാവിലേക്ക് മടങ്ങുക അല്ലാതെ നിവൃത്തിയില്ല. ബോധത്തോടുകൂടി ഭൂമിയിൽ ഊർജ്ജസ്വലതയോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫദക്കിർ, അവരോട് നീ പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ പടച്ചിരിക്കുന്നത് എനിക്ക് ആരാധിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ പഠനവും നിങ്ങളെ കച്ചവടവും നിങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനവും നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനവും നിങ്ങൾ കല്യാണം കഴിക്കുന്നതും മക്കളുണ്ടാക്കുന്നതും നിങ്ങൾ കണക്കെഴുതുന്നതും നിങ്ങൾ കോടതിയിൽ പോകുന്നതും എല്ലാം എനിക്ക് വേണ്ടി, എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്നൊരു ബോധത്തിൽ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മലക്കുകൾ അയച്ച് അത് നേരായ മാർഗത്തിലൂടെ വിട്ടുള്ളൂ. അതല്ല അതൊക്കെ നിങ്ങൾ തന്നെയാണ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഭാരം നീ തന്നെ വേറേണ്ടി വരും. അങ്ങനെയാണല്ലോ കച്ചവടം ചെയ്യുന്ന തലയ്ക്ക് പുണ്ണാവുക. എന്താ തലയ്ക്ക്? കാരണം മുഴുവനും മൂപ്പരാ ചെയ്യണത്. വക്കീൽ വിചാരിക്കും ഞാനങ്ങോട്ട് വാദിച്ചാലേ കേസ് ഇരിക്കുള്ളൂ. വാദിക്കേണ്ടെന്നല്ല പറഞ്ഞത്. ജഡ്ജി വിചാരിക്കും ഞാൻ വളരെ സൂക്ഷ്മമായി എഴുതുകൊണ്ടാണ് അവിടെ നീതി നടപ്പായത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇൽഹാം പ്രകാരം ഓരോ സന്ദർഭത്തിൽ ആവശ്യമായത് ലഭ്യമായത് കൊണ്ട് മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്, ചെയ്യാൻ കഴിയുന്നത്. കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചോടിക്കുക, അന്നേരം മൊബൈൽ ഫോൺ വെച്ച് സംസാരിക്കുന്നു, ആ മുന്നിലൊന്നും അവനെ കണ്ടില്ല, ശബ്ദങ്ങൾ വിട്ടുപോയി, ഒറ്റ ഇടി ഇടിച്ച്. പിന്നെ പോകേണ്ടത് മാങ്കാവിലായിരുന്നു, പക്ഷേ എത്തിയത് മിംസിലായിപ്പോയി. പിന്നെ കയ്യും കാലും ഒക്കെ ആയിട്ട് 4 മാസം 5 മാസം 6 മാസമൊക്കെ ആയിട്ട് കെട്ടിടത്തിൽ പോകണ കണ്ടിട്ടില്ലേ? അപ്പോൾ ഒരു സെക്കൻഡ് മതി യഥാർത്ഥത്തിൽ മനുഷ്യനെ ഏതെങ്കിലും കോലത്തിലേക്ക് തള്ളിയിടാനോ. ഇങ്ങനെ നടന്നു പോകും, കുഴഞ്ഞു വീണ് മരിച്ചു പോയി, പത്രത്തിലുണ്ടാവും നോക്കുക, നടന്നു വീണ് കുഴഞ്ഞു പോയി മരിച്ചു എന്നൊക്കെ ഉള്ളത്. അല്ല ഇങ്ങനെ ഇരിക്കും, ഞാനിപ്പോൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക. ബാക്കി എന്തുണ്ടെങ്കിലും അള്ളാഹുലേക്ക് മടങ്ങിയാൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്ന് അള്ളാഹു തആല അവൻ്റെ മലക്കുകളെ ഏർപ്പെടുത്തി നിന്നെ ഉപദേശിക്കും, അതിനുള്ള ശക്തി തരും. അള്ളയിലേക്ക് നടക്കും. നിന്റെ കണ്ണ്, നീ കാണുന്ന കണ്ണ് അള്ളാഹുവിലൂടെ ആയിരിക്കും. നീ കേൾക്കുന്ന ചെവി അത് അള്ളാഹുവിലൂടെ ആയിരിക്കും. നിന്റെ മനസ്സ് അള്ളാഹുവിലൂടെ ആയിരിക്കും ചലിക്കുക. അങ്ങനെയുള്ള സത്യവിശ്വാസത്തിൻ്റെ ഉന്നതമായ വിധാനത്തിലേക്ക് വളർന്നു വരാനാണ് യഥാർത്ഥ ഖുർആൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനി സുബ്ഹാനക ലാ നസീദന കമാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തറല്ലാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യങ്ങൾ സൂക്ഷ്മതയോടെ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ സംഗതികളൊക്കെ പറഞ്ഞു തരുമ്പോൾ മനുഷ്യന്മാരാരും വിചാരിക്കണം ഇത് അള്ളാഹ്ക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ഏർപ്പാട്. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ, എനിക്ക് അവരിൽ നിന്ന് ഒരു ഉപജീവനം ആവശ്യമില്ല എന്ന് നബിയെ നീ അവരോട് പറഞ്ഞേക്ക്. മനുഷ്യന്മാർ ഉപജീവനം നൽകിയിട്ട് വേണ്ട അള്ളാഹ്ക്ക് ജീവിക്കാൻ. അല്ലാഹ് ഹയ്യും ഖയ്യൂമൻ, എപ്പോഴും ജീവിച്ചിരിക്കുന്നവൻ, പരാശ്രയം ആവശ്യമില്ലാതെ ശക്തൻ. ആവശ്യങ്ങൾ അവനോട് ചോദിക്കല്ലാതെ അവൻ ആവശ്യങ്ങൾ മറ്റാരോടും ചോദിക്കാറില്ല. അങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹു ഹുവർ റസ്സാഖ് ദുൽ ഖുവ്വത്തുൽ മതീൻ, അവനാണ് ഇന്നല്ലാഹു ഹുവർ റസ്സാഖ്, അവനാണ് ഉപജീവൻ നൽകുന്നത്. ദുൽ ഖുവ്വത്തുൽ മതീൻ, പ്രബലനും ശക്തനും അവൻ തന്നെയാണ്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ ബോധത്തിലാണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം നൽകുന്നത്. ഞാനൊരു അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, ആവശ്യം വരുമ്പോൾ എന്നെ സഹായിക്കൂല, പിന്നെന്താ വിശ്വാസം കൊണ്ട് പ്രയോജനം? ഞാൻ വിശ്വസിക്കുന്ന അള്ളാഹു എൻ്റെ ആവശ്യം വരുമ്പോൾ തീർച്ചയായും എന്നെ സഹായിക്കുന്നതാണ് എന്നൊരു ബോധം. അപ്പോൾ ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിൻ്റെ വാതിൽ മുട്ടണം, മടിക്കണ്ട. എന്ത് ഹലാലായ ആവശ്യമുണ്ടെങ്കിലും റബ്ബിൻ്റെ വാതിൽ മുട്ടി ചോദിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞൊരു ഹദീസ് വീണ്ടും പറയാം, ഒരു ചെരുപ്പിൻ്റെ വള്ളി ഏറ്റുപോയാൽ അത് കുത്തിക്കെട്ടുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ സഹായം ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കാരണം അത്ര നിസ്സഹായരാണ് മനുഷ്യർ എന്നുള്ളതാണ്. വഇന്ന ലില്ലദീന ളലമൂ ദുനൂബൻ മിസ്ല ദുനൂബി അസ്ഹാബിഹിം വലാ യസ്തഅജിലൂൻ. അക്രമികൾ കുറേ ആളുകൾ എപ്പോഴും എല്ലാ കാലത്തും മനുഷ്യരുടെ മുന്നിലുണ്ടാവും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അക്രമികളുണ്ടായിരുന്നു. അതോട് പറയാം, എന്നും എല്ലാ കാലത്തും പ്രബോധന സംഘങ്ങളുടെ മുന്നിൽ, സത്യവിശ്വാസ സംഘങ്ങളുടെ മുന്നിൽ അക്രമികളുണ്ടാവും. സത്യവിശ്വാസികളിൽ തന്നെ അക്രമികളുണ്ട് എന്ന് അല്ലാഹു തആല പറയാം. വമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, ആത്മവഞ്ചന നടത്തുന്നവർ സത്യവിശ്വാസികളിൽ തന്നെ ഉണ്ട്. അവർ വലിയ പ്രശ്നമായിട്ടാണ് അല്ലാഹു തആല എടുത്ത് പറഞ്ഞിരുന്നത്. ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ അള്ളാഹുവിനെ വിട്ടുപോകുന്ന ആളുകൾ, അള്ളാഹുമായിട്ടുള്ള ബന്ധം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ലക്ഷ്യമില്ല, അർത്ഥമില്ല, യാതൊരു തരത്തിലും ഒരു പിടുത്തം ഉണ്ടാവില്ല, ഒരു തരം ബേജാറാണ് വെച്ചു കൊടുക്കുക. അപ്പോൾ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ അള്ളാഹുവിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുമ്പോൾ പ്രശ്നങ്ങളെല്ലാം അവനുണ്ട് ഏറ്റെടുത്തിട്ട് ടെസ്റ്റിന് വേണ്ടി മാത്രം കുറേശ്ശെ തരും. ഒന്നത് ജയിക്കുമ്പോൾ വേറൊന്ന് തരും, ഒന്നത് ജയിക്കുമ്പോൾ വേറൊന്ന് തരും. അപ്പം നമ്മളെ അഭിമുഖീകരിക്കുന്ന ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ അള്ളാഹു അറിയാതെ വരികയില്ല. ഖുവ്വത്തുൽ മതീൻ, ശക്തനും പ്രബലനുമാണ്. ഹുവർ റസ്സാഖ്, അവനാണ് യഥാർത്ഥത്തിൽ ഉപജീവനത്തിനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അക്രമികളായ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തെറ്റുകളുണ്ടല്ലോ, അവർക്ക് നല്ല തെറ്റുകൾക്ക് അവരുടെ മിഥില ദുനൂബി അസ്ഹാബിഹിം, അവർക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾ ചെയ്ത തിന്മയ്ക്ക് അവർക്ക് ലഭിച്ച ശിക്ഷ എവരെയും പിടികൂടാതെ പോകുന്ന പ്രശ്നം തന്നെ ഇല്ല. കൃത്യമായിട്ട് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന അക്രമികൾ അവർ വലിയ വമ്പമനഹും അശദ്ദു മിൻഹും ഖുവ്വ, നിങ്ങളെക്കാൾ ബലവാന്മാരായിരുന്നു, ശക്തിമാന്മാരായിരുന്നു. വലിയ വലിയ താഴ്വരകൾ, മലയടിവാരങ്ങളൊക്കെ ചെത്തിമിനുക്കി 16-20 നിലയിലുള്ള കോട്ടകൊത്തളങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. രാജാന ബഹുക്കളായ മനുഷ്യന്മാർ, ലോക സംസ്കാരത്തിൻ്റെ ഉന്നതങ്ങളിൽ വിരാജിച്ചിരുന്ന പൂന്തോപ്പുകൾ ഉണ്ടാക്കിയ ആളുകൾ, നല്ല പ്രവിശാലമായ പാടങ്ങളും വയലേലുകളും ഉന്നതമായ കൊട്ടാരങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരുന്ന ആളുകൾ. അതായത് അവരൊക്കെ അത് ആഹ്ലാദകരമായി അനുഭവിച്ചിരുന്നു. പക്ഷെ ഒരു നിമിഷ നേരം കൊണ്ട് അതെല്ലാം നാം തകർത്ത് തരിപ്പണമാക്കി. ഫറോവന്റെ കഥ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആഹ്ലാദകരമായി അനുഭവിച്ചിരുന്ന പലതും അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അതായത് ഹമാ ബഖത്തിസ്സമാ, ആകാശവും ഭൂമിയൊന്നും അവർക്ക് വേണ്ടി കരഞ്ഞില്ല, ഒരു തുള്ളി കണ്ണീർ ആരും പൊഴിച്ചില്ല. അഹങ്കാരികളെ പണ്ട് നാം ശിക്ഷിച്ചിട്ടുണ്ട്, ഇന്നും ഉള്ള അഹങ്കാരികളെ നാം കണ്ടില്ല എന്നാരും വിചാരിക്കേണ്ടതില്ല. ശിക്ഷ അവർക്ക് വരും. അത് ശിക്ഷ വരുന്നതിന് മുമ്പ് ഫഫിറൂ ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പോയിക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ വയലിൽ ലില്ലദീന കഫറൂ മിൻ യൗമിഹിം അല്ലദീ യുഅദൂൻ, അതായത് നിഷേധികൾക്കാണ് യഥാർത്ഥത്തിൽ ആ വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസത്തിലെ ഏറ്റവും വലിയ നാശം അനുഭവപ്പെടുക. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും പാപമോചനം നടത്തുകയും അല്ലാഹുമായി അടുത്ത് നടക്കുകയും ചെയ്യുന്നവർക്ക് ആശ്വാസവും ശാന്തിയും സമാധാനവും ദുന്യാവിലും പരലോകത്ത് ഉന്നതമായ ജീവിതവും അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുന്നു. എന്നിട്ട് നമ്മളെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്നു. ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ ഒരവസരം മാത്രമേ ഉണ്ടാവുള്ളൂ, 2 ജീവിതമില്ല, ഒരു ജീവിതം ഒരവസരം. അപ്പോൾ കിട്ടിയതൊക്കെ വെച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم ارض عن ابو بكر وعمر وعثمان وعلي بقية اصحاب رسول الله اجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തുമാപാകത്തിനാണ് തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യ സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, നാട്ടാർ, മുഴുവൻ സത്യവിശ്വാസികൾ, ഉസ്താദന്മാർ, ബന്ധുമിത്രാദികൾ, മുഴുവൻ സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസികൾ, എല്ലാ ആളുകൾക്കും പുറത്തുമാപാകത്തിനാണ് തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗ പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ അകലങ്ങളിലുള്ള ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും എല്ലാത്തവർക്കും ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ സന്താനങ്ങളിൽ സമ്പത്തുകളിൽ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഈ ഖുർആൻ ശരിക്കും ആഴത്തിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അവസാന നിമിഷം വരെ അന്തസ്സോടെ ഖുർആനിനനുസരിച്ച് ജീവിക്കാൻ, മുസ്ലിമായി ജീവിക്കാൻ, മോമിനായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. പ്രാർത്ഥനാ നിരതമായ ഒരു മനസ്സ് എപ്പോഴും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗികളും പ്രയാസം അനുഭവിക്കുന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമായ എല്ലാ ആളുകളുടെയും രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. എല്ലാവരെയും ഈമാനോടുകൂടി നീ മൗത്താക്കണേ തമ്പുരാനെ. ലോകത്ത് ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ.
നാഥ സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ ലിഖാഹ് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിക്കണേ നാഥ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിച്ചു ഉത്തരം നൽകണേ നാഥ. അല്ലാഹുവേ, എപ്പോഴും നിന്റെ അടുത്ത് നിൽക്കുന്ന സത്യവിശ്വാസം മുഖറബീങ്ങളായ സത്യവിശ്വാസികളിൽ ഞങ്ങളെ പെടുത്തണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم انصر اعمال المجاهدين في كل اماكن الارض يا ارحم الراحمين. ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.